നമ്മുടെ വിശ്വാസങ്ങളിലും ചിന്തകളിലും ഉണ്ടാകുന്ന നെഗറ്റിവിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അവയെ അതിജീവിക്കാനുള്ള ടൂളുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രവൃത്തികളിലൂടെയുള്ള നെഗറ്റിവിറ്റീസിനെ എങ്ങനെ അതിജീവിക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമാണ് എന്തും നേടിയെടുക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ ലക്ഷ്യങ്ങളെയും നേടിയെടുക്കാൻ കഴിയുന്നത്. അതിന് നമുക്ക് വേണ്ടത് വിൽ പവർ ആണ്. എല്ലാ മോട്ടിവേഷൻ ട്രെയിനറും എല്ലാ മോട്ടിവേഷണൽ ബുക്കുകളിലും ഇത് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വിൽ പവർ ഡെവലപ്പ് ചെയ്യേണ്ടത്? അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പൂർണ്ണമായും അതിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുമ്പോൾ അവിടെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നതായിരിക്കും. ഈ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ക്ലാസ്സുകളിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സജസ്റ്റ് ചെയ്തത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പരിശീലിപ്പിക്കുകയാണ്. മെഡിറ്റേഷൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മുടെ ഉള്ളിൽ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തു തുടങ്ങും. എല്ലാവരും മുടങ്ങാതെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകതയും ഇത് തന്നെയാണ്. വിൽ പവറിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ജീവിതത്തിൽ നാം ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസമുള്ള കാര്യവും ഇത് തന്നെയാണ്, നമ്മൾ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യം ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സമയത്തെ, ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഓരോ അഡിക്ഷനും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള വിൽ പവറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. വിൽ പവറിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് പഞ്ച്വാലിറ്റി. ഏത് കാര്യമാണോ നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസവും ബിൽഡ് ചെയ്തു വരും. നമ്മളെ ലോ വൈബ്രയിൽ തള്ളിവിടുന്ന മറ്റൊരു കാര്യമാണ് അലസത. നമ്മുടെ മടിയെ നേരിട്ട് സ്വാധീനിക്കുന്നത് നമ്മുടെ ഭയങ്ങൾ തന്നെയാണ്. ആദ്യത്തെ ദിവസം നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പരാജയ ഭീതിയുള്ള ആളുകളിലാണ് ഭയം കൂടുതൽ ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും തോറും നമ്മുടെ മടിയും മാറിക്കിട്ടുന്നതാണ്. നമ്മെ ലോ വൈബ്രയിൽ തള്ളിവിടുന്ന മൂന്നാമത്തെ കാര്യം നമ്മുടെ ശീലങ്ങളാണ്. നമ്മൾ അലസമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഒന്നിനും ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മളെ അലസതയെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തെ മാറ്റേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാകുകയും ചെയ്യുക എന്നത് ഒരു കാര്യമാണ്. അതിനായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ കൃത്യനിഷ്ഠത ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായമാകും. അതിനായി രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ തലേ ദിവസം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വയ്ക്കുക. അതിലൂടെ ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുമ്പോഴും നമ്മുടെ ശീലങ്ങൾ മാറും, നമ്മുടെ ടെൻഷൻ മാറും, ആങ്സൈറ്റി ഇതൊക്കെ ചേഞ്ച് ആകുന്നതായിട്ട് കാണാൻ കഴിയും. അതിനായി ചെയ്യാൻ പറ്റുന്ന ആദ്യ സ്റ്റെപ്പ് നിങ്ങളുടെ മുറിയെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നതാണ്. ആ മുറിയിലെ വസ്തുക്കളുടെ സ്ഥാനങ്ങൾ മാറ്റുക, ഒരു അടുക്കും ചിട്ടയൊക്കെ കൊടുക്കുക. ഇതൊക്കെ ചെയ്തു തുടങ്ങിയാൽ തന്നെ ഒരു മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നതായിട്ടും കാണാൻ പറ്റും. നമ്മുടെ റൂമിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരു ബോർഡിൽ വെട്ടിയൊട്ടിച്ച് മുറിയിൽ വയ്ക്കുന്ന രീതിയാണ്. നിരന്തരം ഈ ബോർഡ് കാണുന്നത് നിങ്ങളുടെ വൈബ്രേഷണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഈ ഒരു വിഷൻ ബോർഡിന്റെ മധ്യഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോയും കൂടി ഒന്ന് പ്രിന്റ് എടുത്ത് വയ്ക്കുക. അടുത്തതായി പറയുന്നത് നെഗറ്റീവ് ബിഹേവിയർ ആയിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ്. എന്നാൽ ചിലരെ നമുക്ക് അകറ്റി നിർത്താൻ പ്രയാസമായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ലൈഫ് പാർട്ണർ, മാതാപിതാക്കള്, ഇവരെയൊക്കെ നമ്മുടെ കൂടെ നിലനിർത്തിക്കൊണ്ട് പോസിറ്റീവായ പാതയിൽ കൊണ്ടുവരിക എന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അപ്രസക്തരായ ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും ഒഴിവാക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമ്മുടെ വൈബ്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരെയും നമ്മുടെ വൈബ്രേഷനിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഒരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും മൈൻഡ് സെറ്റും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ
ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഷെയർ ചെയ്യുക. അവരെയും ഈ ഒരു വൈബ്രേഷനിൽ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലോകം നല്ല മൂല്യങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്ന് വിശദീകരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെ ജേർണലിൽ എഴുതി വയ്ക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.